ശരിക്കും പറയുകയാണെങ്കിൽ വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു എപ്പിസോഡായിരുന്നു. മെയിൻലി നടന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ മണി വീക്കിന് ഒരു ടാസ്ക് നടന്നു, പിന്നെ അല്ലാതെ ഒരു ഡെയിലി ടാസ്ക് നടന്നു, പിന്നെ ഇവിടെ അനീഷ് ആദിലയും അനുമോളുമായിട്ട് ഒരു കോംപ്രമൈസ് ടോക്കിന് ശ്രമിച്ചു, പക്ഷെ അത് പാളിപ്പോയി. ഇത്രയാണ് മെയിൻലി നടന്നത്. വേറെ വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. പിന്നെ അക്ബറിന്റെ അനുമോളെ കളിയാക്കിയുള്ള പാട്ടും. അപ്പൊ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ആദ്യം തന്നെ അനുമോളെ കേസ് പറയാം. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇവിടെ കളിക്കുന്നത് ഒറ്റപ്പെടൽ ഗെയിം തന്നെയാണ്. അതായത് ബുള്ളി അന്ന് ആ ബുള്ളി ഗ്യാങ്ങിന്റെ ബുള്ളിങ് സമയത്ത് ഒരു അനുമോൾ ഒരു ഒറ്റപ്പെടൽ ഗെയിം കളിച്ചില്ലേ, അതുപോലത്തെ ഒരു ഗെയിം തന്നെയാണ് അനുമോൾ ഇവിടെ കളിക്കുന്നത്. നിസ്സംശയം പറയാം. കാരണം അനീഷിനെ പോലും അനുമോൾ അടുപ്പിക്കുന്നില്ല. 100%. എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, അനീഷ് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ അനീഷിന് എന്തെങ്കിലും പറഞ്ഞ് വിടുകയാണ് അനുമോൾ ചെയ്യുന്നത്. അല്ലാതെ അനുമോൾ പിടിച്ചിരുത്തി സംസാരിക്കുന്നൊന്നുമില്ല. അനുമോൾ വെറുതെ സംസാരിക്കുന്നൊന്നുമില്ല. ബെഡിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ഊഞ്ഞാലിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അങ്ങനെ സോഫയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് അനുമോൾ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഈ അനുമോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പോലെ ഒരു കണ്ടന്റ് ആക്കിയാണ് അക്ബർ. അത് വേറെ കാര്യം. കാരണം അക്ബറിന് വേറെ ഒരു പണിയില്ലേ. എന്തിനാണ് അനുമോള് 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 എന്ന് പറഞ്ഞ അനുമോളെ കളിയാക്കി റാപ്പ് പാടുന്നു, പാട്ട് പാടുന്നു. ശരിക്കും പറഞ്ഞാൽ നെവിനാണെങ്കിൽ അനുമോളെ വിട്ടു. നെവിൻ ഇപ്പൊ അനുമോളെ വിട്ടു. അനുമോളെ വലുതായിട്ട് അനുമോളുടെ പേര് പറയുന്നില്ല. കാരണം നെവിനെ മനസ്സിലായി, നെവിന് വേറെ വഴിയില്ല, വിടുന്നതാണ് നല്ലത്. എനിക്ക് ഫീൽ ചെയ്തത് നെവിൻ വിട്ടു എന്നാണ്. ഇനി വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നെവിൻ ഇപ്പൊ അനുമോളെ വലുതായിട്ട് എടുക്കുന്നില്ല. ഇന്ന് പോയിട്ട് അനുമോളോട് കോംപ്രമൈസ് ടോക്ക് ഒക്കെ നെവിൻ നടത്തി. എനിക്ക് ഒരു ദേഷ്യവും ഇല്ല, അനുമോളെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു, എന്നോടൊന്നും വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ നെവിൻ പോയിട്ട് അനുമോളോട് സംസാരിച്ചു. ഇന്ന് അത് അങ്ങോട്ട് പോയിട്ട് അനുമോളോട് സംസാരിച്ചു. അനുമോൾ ഇവർക്ക് അൽഫാം കൊടുത്ത സമയത്ത് അനുമോൾ ഇങ്ങോട്ടൊന്ന് സംസാരിച്ചു. നെവിൻ അവിടെ തീർത്തു, ആ വിഷയം തീർത്തു. ഇനി നെവിൻ നാളെ ഇനി എങ്ങനെ മാറുമെന്ന് എനിക്ക് അറിയണ്ട. നാളത്തെ പ്രമോന്ന് ഞാൻ കണ്ടില്ല. ഈ അക്ബർ ആണെങ്കിൽ ചുമ്മാ അനുമോളെ റാപ്പ് പാടുക, എന്തോന്നാണ് മറന്നുപോയല്ലോ, ഒരു പാട്ട് പാടിയത്, കണ്ടന്റ് റാണി അനുമോളെ എന്നും പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അക്ബർ അവിടെ. സത്യം തന്നെ അക്ബറിന് സ്വന്തമായിട്ട് ഗെയിം കളിക്കാം. ഇന്ന് തന്നെ അക്ബർ നന്നായിട്ടാണ് ടാസ്ക് ചെയ്തത്, മണി വീക്ക് ടാസ്ക് ചെയ്തത്. അപ്പൊ അക്ബറിന് അങ്ങനെയൊക്കെ നല്ലപോലെ ഗെയിം കളിക്കാം. പക്ഷെ അക്ബർ ഇതൊന്നും യൂസ് ചെയ്യാതെ എന്തിനാണ് ഈ അനുമോളെ പിടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അക്ബർ പേഴ്സണലി ചെയ്യുന്നതിനാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പേഴ്സണലി ഗ്രഡ്ജ് വെച്ചിട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്, തുറന്നു പറഞ്ഞാൽ. സീരിയസ്ലി. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ആവശ്യമില്ല. അത് ഇവിടെ വേറെ ആരും ആദിലെ നൂറേ പോലും അനുമോളുടെ പേര് ഇപ്പൊ പറയുന്നില്ല. ഫ്രണ്ട്സ് ആയിരുന്ന ഇന്നലെ പിണങ്ങിയ ആദിലെയും നൂറേയും പോലും അനുമോളുടെ പേര് പറയുന്നില്ല. ഷാനവാസ് പറയുന്നില്ല. പിന്നെ അനീഷ് പോയിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പൊളിക്കാം. ഈ അനീഷ് ശരിക്കും അനുമോളുടെ ഒറ്റപ്പെടൽ പൊളിക്കാൻ വേണ്ടി തന്നെയാണ് നോക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അനുമോളുടെ കോംബോ ഹിറ്റാണെന്ന് കഴിഞ്ഞ വീക്കെൻഡോടെ ഇവർക്ക് മനസ്സിലായി. അപ്പം അത് അനീഷിന് യൂസ്ഫുൾ ആവുമെന്ന് അനീഷ് വിശ്വസിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത് പൊളിക്കുന്നത് ഒരു ഗെയിം അല്ലേ എന്ന് അനീഷിനെ അറിയാം. അങ്ങനെ അനീഷ് അതിനും കൂടെ ശ്രമിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോൾ അനീഷ് പോയിട്ട് സംസാരിക്കുന്നത്. പക്ഷെ അനുമോൾ അടുപ്പിക്കുന്നില്ല. അനുമോൾക്ക് ഒറ്റയ്ക്ക് ഒറ്റപ്പെടൽ ഇത് എടുക്കണം എന്നാണ് അനുമോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതാണ് അനുമോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത്. സീരിയസ്ലി. അല്ലെങ്കിൽ അനുമോൾക്ക് ആരോട് സംസാരിക്കാതെ വേറെ ആരോട് സംസാരിച്ചോളൂ. നെവിനോട് സംസാരിക്കാം. നെവിന് ഇപ്പൊ ഇതായിട്ടില്ല, അതൊക്കെ സംസാരിക്കാമല്ലോ. അല്ലെങ്കിൽ അനീഷ് ചുമ്മാ ഇരിക്കുമ്പോ അനീഷിനോട് പോയി സംസാരിക്കാമല്ലോ. എന്തായാലും ബിഗ് ബോസ് അനുമോളെ വിളിച്ചിട്ട് ബിഗ് ബോസ് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട് ആരോടും മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. എന്തുണ്ടെങ്കിലും തുറന്ന് പറയൂ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഞാനിവിടെ പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും ഞാനിവിടെ പി ആറിന്റെ ബലത്തിലാണ് ബിഗ് ബോസ് നിൽക്കുന്നതെന്ന് അനുമോൾ ചോദിക്കുന്നത്. എപ്പിസോഡിൽ കാണിച്ചില്ല, ലൈവിലാണ് കാണിച്ചത്. BB+ കാണിക്കുമെന്ന് അറിയില്ല. അപ്പം ഇത് അനുമോൾ ചോദിക്കുമ്പം ബിഗ് ബോസ് പറയുന്നത് താങ്കൾ പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ബിഗ് ബോസ് പറയുന്നത്. അപ്പം ഇത് കേട്ടാൽ മതി എന്ന് പറയാം. അപ്പം ഇതാണ് മെയിൻലി നടന്ന കാര്യങ്ങൾ. പിന്നെ ഈ അനീഷ് ആദിലെ നൂറയും വെച്ച് ഒരു കോംപ്രമൈസ് ടോക്ക് നടത്താൻ നോക്കി. ബട്ട് അത് വർക്കൗട്ട് ആയില്ല, പാളിപ്പോയി രാവിലെ തന്നെ. കാരണം അനീഷ് ടോക്ക് നടത്തിയതിനു ശേഷം സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുമ്പം അനീഷിന്റെ പുറകെ അനുമോളും കൂടെ എണീച്ച് പോവുകയാണ്. അപ്പം അവിടെ അത് പാളിപ്പോയി. ഇതൊക്കെയാണ് മെയിൻലി ഇന്ന് നടന്ന കാര്യങ്ങൾ. സോ എന്താണ് ഇന്ന്? മാത്രമല്ല, ഇന്ന് 3 ലക്ഷത്തിന്റെ ഗെയിം ആയിരുന്നു. അതായത് 3 ലക്ഷത്തിന്റെ മണി വീക്കിന്റെ ടാസ്ക് ആയിരുന്നു.
ആ 3 ലക്ഷം സ്വന്തമാക്കി 3,50,000 രൂപ സ്വന്തമാക്കിയത് നൂറയാണ്. അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് സംസാരിക്കാം, റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പൊ ഇന്ന് മോർണിംഗ് സോങ് ക്യാഷിന്റെ പാട്ട് തന്നെയാണ്. ഇതിന് ശേഷം നെവിൻ ഒരു പരീക്ഷണം നടത്തുകയാണ്. നെവിൻ അവിടെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം ആ പരീക്ഷണം വിജയിച്ച് അവരിന്ന് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ. നെവിനെ സംബന്ധിച്ച് വെച്ചുള്ളൂ കിച്ചണിൽ അത്ര നന്നായിട്ട് മാനേജ് ചെയ്യുന്നതിന്. ഇതിന് ശേഷം അനീഷ് അവിടെ കോംപ്രമൈസ് ടോക്ക് ആദ്യം അപ്പൊ അവിടെ റൂമിൽ ഇരുന്ന് അനുമോളോട് സംസാരിക്കുന്നു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഇത് ഇന്നലെ തുടച്ച നടന്ന സംഭവത്തോടെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തീർത്താൽ പോരെ, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് അനുമോളോട് ചോദിക്കുക. അപ്പൊ അനുമോള് പറയുന്നത് എനിക്ക് അവരോട് ഒരു വിരോധവും ഇല്ല, എന്റെ സഹോദരിമാരെ പോലെയാണ് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സംസാരിക്കുക. എന്നിട്ട് പിന്നീട് കാണിക്കുന്ന ആതിര വന്ന് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആതിര വന്ന് അവിടെ സംസാരിക്കുമ്പോൾ എന്ത് ഫെയിം കണ്ടിട്ടാണ് ഞാൻ അവളോട് ഞങ്ങൾ നിൽക്കുന്നതെന്ന് അവള് പറഞ്ഞത് എന്താണെന്ന് അറിയണം. അത് അവളവിടെ പോസിറ്റ് ആണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അനുമോളോട് തിരിച്ച് റിപ്ലൈ ഒന്നും പറയുന്നില്ല. പിന്നീട് നൂറേനെ ഇവള് 16 നൂറേനെ ഇവള് എന്തോന്നാണ് ഈ ടിക്കറ്റ് ഫിനാലെ കിട്ടിയ അഹങ്കാരമാണെന്ന് ഇവള് പറഞ്ഞത്. അപ്പം അനുമോൾ തിരിച്ചു പറയുന്നുണ്ട് എന്നെ PR എന്ന് പറഞ്ഞ് എന്തിനാണ് ഇവര് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നൂറയെ വിളിക്കുന്നുണ്ട് അനീഷ് വിളിച്ച് നൂറയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആദിലയും നൂറയായിട്ട് അനീഷ് സംസാരിക്കുന്നുണ്ട്, അനുമോളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് എന്ത് ചെയ്തു, ഇനി നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ച് തീർക്ക് എന്ന് പറഞ്ഞിട്ട് അനീഷ് എണീച്ച് പോകുമ്പം അനുവും കൂടെ എഴുന്നേച്ച് പോവാണ്. അനുമോൾ സംസാരിക്കുന്നത്. അപ്പൊ ഇത് അവിടെ ആ ഒരു ശ്രമം അവിടെ പാളുകയാണ് ചെയ്യുന്നത് ശരിക്കും. ഇതിന് ശേഷം ആദ്യം അവിടെ പറയുന്നുണ്ട് എനിക്ക് പിണക്കമൊന്നുമില്ല, തിരിച്ചറിവേ ഉള്ളൂ എന്ന് ആദ്യം അവിടെ പറയുന്നുണ്ട്. പറയാൻ മറന്നുപോയി. എന്നിട്ട് ഇത് ആദില പോയിട്ട് ഷാനവാസിനെ ഉണർത്തിക്കുന്നുണ്ട്, വലിയേട്ടനെ ഉണർത്തിക്കുന്നുണ്ട്. അപ്പൊ പറയണമല്ലോ, അപ്പം ഷാനവാസിനോട് പോയി പറയുന്നുണ്ട്. ഇതിന് ശേഷം ഇത് അവിടെ ടാസ്കിന്റെ സെറ്റിംഗ് തുടങ്ങി ഇവർ അകത്തായിരുന്നു. അപ്പം ഈ നെവിനും ആദിലയും കൂടെ സാബുമാനും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ അനീഷിന്റെ കൂടെ അനീഷ് അനുമോളുടെ കൂടെ നടക്കുന്ന ഭയങ്കര ക്രിഞ്ചാണെന്നാണ് സാബുമാൻ പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല കുറെ കാര്യങ്ങൾ കുത്തി അനീഷിനെ അനുമോളെയും വച്ച് കുത്തി ആദിലയും സാബുമാനും നെവിനും കൂടെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം നടക്കുന്ന ടാസ്ക് ആണ് ലക്ഷയുദ്ധം എന്ന് പറഞ്ഞ ടാസ്ക്. അപ്പൊ ഈ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഫോട്ടോ ഒട്ടിച്ചുള്ള ബ്ലോക്ക് ഒരു പെഡസ്റ്റൽ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് മറ്റുള്ളവരുടെ ബ്ലോക്ക് എടുത്ത് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്, ആ ഡസ്റ്റ്ബിനിലോട്ട് ഇടണം. അതാണ് ടാസ്ക്. ഡസ്റ്റ്ബിനിൽ ഇടുന്നവർ ഔട്ടാവും. അപ്പൊ അങ്ങനെയാണ് ടാസ്ക് നടക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്തോന്നാണ് അനീഷ് ഔട്ടാ. സാബുമാൻ അനീഷിന്റെ ബ്ലോക്ക് എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടുമ്പോൾ അനീഷ് ഔട്ട് ആണ്. പക്ഷെ അനീഷ് എന്ത് ചെയ്ത് അനീമോളുടെ ബ്ലോക്ക് എടുത്ത് സേവ് ചെയ്ത് വെക്കുകയാണ്. പക്ഷെ അതൊരു ഗെയിമാണ്. കാരണം സ്വന്തം ബ്ലോക്ക് സേവ് ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പൊ മറ്റുള്ളവരുടെ ബ്ലോക്ക് എന്തുകൊണ്ട് സേവ് ചെയ്ത് വെച്ചുകൂടാ? പക്ഷെ അതൊരു ഗെയിമാണ്. ബട്ട് ഓൾവേസ് നമ്മൾ മറ്റുള്ളവരെ തോപ്പിക്കാൻ ഇവിടെ നോക്കാം. പക്ഷെ അനീഷ് അവിടെ അനുമോളുടെ ബ്ലോക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പം സാബുമാൻ ആ ബ്ലോക്ക് എടുത്ത് ഡസ്റ്റ്ബിന്നിലിട്ടു. അങ്ങനെ അനീഷ് ഔട്ടായി. ഇതിന് ശേഷം സെക്കൻഡ് റൗണ്ടില് അതിനു മുമ്പായിട്ട് അനീഷ് പോയിട്ട് എനിക്ക് സങ്കടമൊന്നുമില്ല ബിഗ് ബോസ്, ഊനാലിരുന്ന് ഒറ്റയ്ക്ക് ബിഗ് ബോസിനോട് പറഞ്ഞു എനിക്ക് സങ്കടമൊന്നുമില്ല ബിഗ് ബോസ്, ഞാൻ കാശി കണ്ട് മഞ്ഞളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിന് ശേഷം സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് അനുമോൾ അനുമോളുടെ ബ്ലോക്ക് സേവ് ചെയ്തു. അപ്പൊ സേവ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ അനുമോൾ ആ ബ്ലോക്ക് അവിടെ എറിഞ്ഞിട്ടിച്ച് അനുമോൾ ഇറങ്ങി പോവാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോളോട് ഗെയിം കളിക്കാനുള്ളതായിരുന്നു എന്ന് ഫീൽ ചെയ്തു. കാരണം എന്ത് പ്രശ്നം ഉണ്ടായാലും ഗെയിമാണ്. അത് മറ്റുള്ളവർ തോപ്പിക്കാൻ തന്നെ നമ്മൾ നോക്കണം. ഗെയിമായിട്ട് തന്നെ കളിക്കണമായിരുന്നു അനുമോളെ. അപ്പം അവിടെ എന്ത് ചെയ്തു, ഇവിടെ ഷാനവാസ് അനുമോളിന്റെ ബ്ലോക്ക് ഇടുന്നു, സാബുമാൻ ഷാനവാസിന്റെ ബ്ലോക്ക് ഇടുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും ഔട്ടായി. ഷാനവാസ് ഔട്ടായി. പിന്നെ അനുമോള് ചോദിക്കുന്നുണ്ട് ചേട്ടാ എന്തിനാ എന്റെ ബോക്സ് എടുത്തത്, ആ ബ്ലോക്ക് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അനീഷ് എന്റേത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണ് അനീഷ് അനുമോളോട് പറയുന്നത്. അതിനുശേഷം അനുമോള് പറയുന്നുണ്ട് വിശന്നിട്ട് ഇതുവരെ ചോറിന് അരി പോലും ഇട്ടില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. ഇതിന് ശേഷം സാബുമാനും ഇവരും കൂടി സംസാരിച്ചുകൊണ്ട് അവിടെ ചോറിടുന്നുണ്ട്, അരിക്കി ഇടുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം തേർഡ് റൗണ്ടില് നൂറ സാബുമാനെ ഔട്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് ഫോർത്ത് റൗണ്ടില് ആദില ഔട്ടാവുകയാണ്.
അക്ബർ വഴി ആദിൽ ഔട്ട് ആവണം. അങ്ങനെ നൂറയും അക്ബറുമാണ് ഫൈനലിൽ വരുന്നത്. പക്ഷെ ഇവിടെ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് നടത്തി. ബിഗ് ബോസ് നടത്തിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇവര് ആർക്ക് 3 ലക്ഷം കൊടുക്കണം എന്നുള്ളത് എല്ലാരും കൂടെ ഡിസൈഡ് ചെയ്ത് പറയണം. അപ്പൊ എല്ലാരും റീസൺ പറയണം. അനുമോള് മാത്രം നൂറാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നൂറയ്ക്ക് 3,50,000 രൂപ കിട്ടുകയാണ്. ഇതിനുശേഷം നെവിൻ എന്ത് ചെയ്തു? നെവിൻ അവിടെ അനുമോളോട് സംസാരിക്കുന്നുണ്ട്. അത് കോംപ്രമൈസ് ടോക്കാണ്. ഇത് അവിടെ എനിക്ക് ദേഷ്യമൊന്നുമില്ല, പഴയ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടു എന്ന് പറഞ്ഞ് നെവിൻ അവിടെ അനുമോളോട് സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം അനീഷ് പോയിട്ട് അനുമോളിന്റെ അടുത്ത് മാതളൊക്കെ കൊണ്ടു കൊടുക്കുന്നത്, അതൊക്കെ സീൻസാണ്. പിന്നെ ഉള്ളത് ഇതിനുശേഷം നടക്കുന്നത്, നെവിൻ എന്ത് ചെയ്തു? നെവിൻ അനുമോളുടെ കാര്യത്തിൽ എനിക്ക് ഒരു പാവം തോന്നും, കാരണം വിവരമില്ലാത്ത ഒരു കുറ്റമല്ലല്ലോ. അപ്പൊ അത് പറയുമ്പോൾ അക്ബർ അനുമോളുടെ കാര്യത്തിൽ പാവം തോന്നുമ്പോഴാണ് അനുമോൾ ഒരു കൊടുങ്കാറ്റായിട്ട് വരുന്നതെന്ന് അക്ബർ പറയുന്നത്. പക്ഷെ അക്ബർ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പാവം തോന്നും, ബട്ട് ഓൾവേസ് ഗെയിം മാറുമ്പോൾ നമുക്ക് മറ്റുള്ളവര് പാവമൊക്കെ വിട്ടുപോകും. അത് ഗെയിമിന്റെ ഒരു മാറ്ററാണ്. ആൻഡ് ഇതിനുശേഷം ആദിലെയും നൂറയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രൈസ് മണിയുടെ ടോക്ക് എന്തൊക്കെ വേണം എന്നുള്ള ഒരു പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട്. ഇതിനുശേഷം അനുമോളോട് നൂറ പാത്രം കഴുകാൻ പറഞ്ഞു. അനുമോള് സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പം നൂറ പാത്രം കഴുകാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ എക്സ്ട്രാ പാത്രം കഴുകി വെച്ചാണോ എന്ന് പറഞ്ഞ് അനുമോൾ പാത്രം കഴുകാൻ റെഡി ആകുന്നില്ല. അപ്പം ഇത് എക്സ്ട്രാ കഴുകി വെച്ചതല്ല, ഞാൻ പറഞ്ഞത് നീ കഴുകില്ല, അത് വേറെ കഴുകിയതാണ്, ശരിക്കും ഇപ്പൊ വന്ന വെസലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് ഞാനെന്ന് വെച്ചാൽ അനുമോള് പറഞ്ഞ് ഞാൻ കഴിച്ചിട്ട് കഴുകാന്ന് പറഞ്ഞ അനുമോൾ അവിടെ പോവാണ്. ഇതിനുശേഷം ടിക്കറ്റ് ബാക്കി പ്രൈസ് മണി പറയാണ്. അതായത് ഫിനാലിലെ പ്രൈസ് മണി 45,25,210 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഇതിൽ പോയി. ഇതിനുശേഷം അനീഷ് അനുമോളോട് പോയി സംസാരിക്കാൻ. അനുമോള് ബെഡി കിടക്കണേ, നീ എന്തിനാ ഇവിടെ വന്ന് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അനുമോൾ അനീഷ് വിളിക്കുമ്പം അനു പറയുന്നത് എന്താന്ന് വെച്ചാൽ, വിഷമിച്ചിരിക്കുന്ന എന്തിനാ അനുമോളെന്ന് അനീഷൊക്കെ ചോദിക്കും. അനുമോൾ പറഞ്ഞ എനിക്കിപ്പോ വിഷമമില്ല ചേട്ടാ, എനിക്കിപ്പം വിഷമമില്ല, അവര് മിണ്ടാത്തതിൽ എനിക്ക് വിഷമമില്ല, ഞാൻ ഓക്കെ ആണ് എന്നാണ് അനുമോള് പറയുന്നത്. അവിടെ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനുമോള് ആ ഗെയിമാണ് കളിക്കുന്നത്. അനുമോൾ ആ ഒറ്റപ്പെടൽ ഗെയിം തന്നെയാണ് കളിക്കുന്നത്. അവര് മിണ്ടാത്തതിൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് അനുമോള് പറയാണ്. എനിക്ക് അവിടെ ഫീൽ ചെയ്തത് അനുമോളുടെ ഗെയിം തന്നെയാണ്, ഇത് അനുമോളുടെ ഗെയിം തന്നെയാണെന്നാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് വിളിക്കുന്നത് ഇവരെ. ബിഗ് ബോസ് അനുമോളെ ഇത് കൺഫ്യൂഷൻ റൂമിലോട്ട് വിളിക്കുന്നത്. അപ്പം ഈ സമയത്ത് അനീഷ് വിളിച്ചിട്ട് അനീഷ് പോവുകയാണ്. ഇതിനുശേഷമാണ് അനുമോൾ അവിടെ ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാലാടാണ്. ഇവിടെയാണ് അക്ബറിന്റെ വക പ്രഹസനം. ശരിക്കും പറഞ്ഞാൽ അനുമോൾ അവിടെ ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാലാടുമ്പോ അക്ബർ ഒരു ആറ്റം ബോംബാണല്ലോ ആ ഇരുന്ന് ഊഞ്ഞാലാടുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അനുമോളെ കളിയാക്കിയിട്ട് അവിടെ റാപ്പ് തുടങ്ങാണ്. റാപ്പ് പാടി തുടങ്ങുന്നുണ്ട്. ഇതിനുശേഷം പാട്ടും പാടുന്നുണ്ട്. അയ്യോ, അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ഇരിക്കുകയാണ് അക്ബർ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ റാപ്പും പാട്ടും ഒക്കെ പാടുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇതിപ്പോ അനുമോക്ക് ഗുണപരമായിട്ട് വരുള്ളൂ അക്ബറെ. സീരിയസ്ലി ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് റാപ്പ് പാടുമ്പം ഇത് അനുമോക്കേ ഗുണപരമായിട്ട് വരുള്ളൂ. സീരിയസ്ലി അനുമോക്കേ ഗുണപരമായിട്ട് വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ മലയാളത്തിന് പ്രത്യേകത ഉണ്ട്. നമ്മളൊരു ഗേളിന് അല്ലെങ്കിൽ ഒരു ഗേളിനെ നെഗറ്റീവ് എടുക്കാനാണ് ആൾക്കാർ, ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് നെഗറ്റീവ് എടുക്കാൻ ആൾക്കാർ നോക്കും. മലയാളത്തിൽ കണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം ഈ കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ആയാലും, മുന്നത്തെ സീസണിൽ ശോഭ ആയാലും, അതിന്റെ മുന്നത്തെ സീസണിൽ ലക്ഷ്മി പ്രിയ ആയാലും, എല്ലാവരും അവരുടെ നെഗറ്റീവ്, ഇവരുടെ ഫീമെയിൽ കണ്ടസ്റ്റൻസ് നെഗറ്റീവ് മാത്രം വച്ചിട്ട് ബുള്ളി ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് മലയാളത്തിലുള്ള ഒരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇതിലിവിടെ ബലിയാടാണ് അനുമോള്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഇതെന്തോ മാസാണെന്നാണ് ഈ റാപ്പ് പാടുന്ന എന്തോ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. ഈ റാപ്പുകാരൻ പാടുന്നത് എന്തോ മാസാണെന്നാണ് അക്ബറിന്റെ വിചാരം. എനിക്ക് തോന്നിയ കാര്യമാണ്. അക്ബറിന്റെ വിചാരം അതാണ്, റാപ്പ് പാടുന്നത് എന്തോ മാസായിട്ടുള്ള കാര്യമാണെന്നാണ്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, അങ്ങനെയല്ല. ഈ റാപ്പ് പാടുന്നത് എന്തോ മാസായിട്ടുള്ള കാര്യമല്ല. വോട്ട് കൂടെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അത് ആ മറ്റേ ആൾക്ക് ഗുണകരമായിട്ട് വരുള്ളൂ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു, മറ്റേ ആൾക്ക് ഗുണകരമായിട്ട് വരുള്ളൂ. അപ്പം റാപ്പ് അവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആറ്റം ബോംബാണ് ഇരുന്ന് ഊഞ്ഞാലിലാടുന്നതെന്നാണ്
അക്ബർ പറയുന്നത് ശരിയാണ്, അനുമോള് ഗെയിം കളിക്കുമ്പോൾ ഒരു അച്ഛൻ പോകും പോലെയാണെന്ന് അക്ബർ അവിടെ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം അനുമോൾ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അത് തന്നെയാണ് അക്ബർ പറയാതെ പറഞ്ഞവരാണ് എനിക്ക് ഫീൽ ചെയ്തത് സീരിയസ്ലി. ആൻഡ് ഇതിന് ശേഷം ആദിലയും നൂറയും കൂടെ ടോക്കാണ്. ഇതില് ആദിലയും നൂറയും കൂടെ അവരുടേതായിട്ടുള്ള ഒരു ടോക്കാണ്. ആൻഡ് ഇതിന് ശേഷം അക്ബർ കയറി ഇടപെടുന്നുണ്ട്. എന്നിട്ട് അവര് സംസാരിച്ച് നേരെ എവിക്ഷനിൽ തനിക്ക് പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അക്ബർ പിന്നെയും ഇരുന്ന് അനുമോളെ പറ്റി പാടുകയാണ്. അതും നൂറയുടെ മുമ്പിൽ വെച്ച് അനുമോളെ പറ്റിയിട്ട് ഇങ്ങനെ ഇരുന്ന് പാടുകയാണ് എന്നൊക്കെ പറഞ്ഞ് നൂറയുടെ കുറ്റവും നൂറ എന്തിനാ അനുമോളുടെ കുറ്റവും കൂടെ അങ്ങ് പറയാം. ആൻഡ് ഇതൊന്ന് പറയാൻ എനിക്ക് താല്പര്യം. എന്നിട്ട് ഇതിന് ശേഷം അനുമോൾ വെസൽ ക്ലീൻ ചെയ്യുമ്പം കൊടുത്ത ഗ്ലാസ്സിൽ അത് വേറെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അത് അക്ബർ ചോദ്യം ചെയ്യുന്നുണ്ട്, നൂറയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വേറെ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ളതല്ലേ, ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞ് അക്ബർ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനുശേഷം അക്ബർ ഇവരെല്ലാരും സോക്സ് ഇട്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ തണുപ്പ് ആണെന്ന് തോന്നുന്നു, അവിടെ മഴ പെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം അക്ബർ നെവിനും സാബുമാനും കൂടെ ഫോൺ കോളിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കി. ഫോൺ കോൾ വിളിച്ചിട്ട് നെവിൻ ഒരു മുത്തശ്ശിയായിട്ട് പറയുകയാണ്. എന്നിട്ട് അക്ബറിനെ വിളിക്കുകയാണ്, ബിഗ് ബോസ് അല്ലേന്ന് ചോദിച്ച് വിളിക്കുകയാണ്. എന്നിട്ട് അക്ബർ അവിടെ പിന്നെയും കളിയാക്കാൻ ശ്രമിക്കുന്നത് അനുമോളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സാബുമാനോട് സംസാരിക്കുമ്പോൾ സാബുമാൻ ഇടപെടുന്നില്ല. എനിക്ക് ഫീൽ ചെയ്ത് അനുമോളെ പറയുന്നതാണ്, ഇനി അക്ബറിനെ പറയുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഫീൽ ചെയ്ത് അനുമോളെ പറയുന്നതാണ്. ഇതിന് ശേഷമാണ് ഡെയിലി ടാസ്ക് ആയിട്ട് വിരോധാഭാസം ടാസ്ക് വരുന്നത്. ഈ ടാസ്കിനിടയ്ക്കാണ് നമ്മൾ ഈ സീസൺ 4 കണ്ടിച്ചില്ലേ, സീസൺ 4 എല്ലാവരും കൂടെ നിന്ന് ഗെയിം കളിക്കുന്ന കണ്ടിച്ചില്ലേ. അതായത് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിനൊട്ടും യുക്തിയില്ലാത്ത അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൻസർ തിരിച്ചു പറയുന്ന ഒരു ടാസ്ക് സീസൺ 4 ഉണ്ടായിരുന്നു. അപ്പം അതേ ടാസ്ക് ആണ് ഇവിടെ കളിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ സാബുമാൻ ഔട്ടായതാണ്. കാരണം കറക്റ്റ് പിന്നെ എന്തിനാണ് സാബുമാൻ ഔട്ടാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആദ്യം അനീഷ് ഔട്ടാവുന്നു, അനു ഔട്ടാവുന്നു, നെവിൻ ഔട്ടാവുന്നു, ഷാനവാസ് ഔട്ടാവുന്നു, നൂറ ഔട്ടാവുന്നു, ആദില ഔട്ടാവുന്നു, സാബുമാൻ ഔട്ടാവുന്നു. ലാസ്റ്റ് അക്ബർ വിൻ ചെയ്യണം. അക്ബറിന് അവിടെ ഗിഫ്റ്റ് ആയിട്ട് അൽഫാം കൊടുക്കുകയാണ്. ചിക്കൻ അൽഫാം കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് അൽഫാം കഴിക്കുന്ന ഒളിച്ചിരുന്ന് കഴിക്കുന്ന നെവിനോട് അനുമോള് പോയി സംസാരിക്കുന്നു. അപ്പോഴും നെവിൻ പറയുന്നത് എനിക്കൊരു ദേഷ്യമില്ല, ഒന്നുമില്ലെന്ന് നെവിൻ പറയുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം അനുമോള് ഒറ്റയ്ക്ക് ആ കസേര ഇരുന്ന് കരയുന്നതാണ്, രാത്രി ഇരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ. ഇതില് ഒരു കാര്യമുണ്ട്, അതായത് റെമോയിൽ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈസ് മണി എടുത്ത് കൊടുക്കുന്നത് യുക്തിയാണോ എന്ന് ബിഗ് ബോസ് എന്നൊരു കാര്യത്തിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ട്, ടോപ്പിക്കിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അത് BB+ലായിരിക്കും കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതില് ഇവിടെ നടക്കുന്ന കാര്യത്തില് അക്ബറിന്റെ കാര്യം എടുത്ത് പറയാം. അക്ബർ ഈ അനുമോളെ വിട്ട് ഗെയിം കളിക്കേണ്ട സമയം കഴിഞ്ഞു പോയി. പക്ഷെ ഉള്ള കാര്യമാണ്, അനുമോൾ ആ വീട്ടിൽ ഉള്ളതാണ്, നമുക്ക് ആരെങ്കിലും വെച്ച് കളിക്കണമല്ലോ. അതുകൊണ്ട് ഈ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നത് അക്ബർ നിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറയുകയാണെങ്കിൽ ഈ റാപ്പ് പാടുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെ അനുമോക്കാണ് ഗുണമായിട്ട് വരുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ നിങ്ങളെ തുറന്ന് പറയാം. ആൻഡ് രണ്ടാമതായിട്ട് അനീഷ് ഇപ്പൊ അനുമോളുടെ ആ ഒരു കോംബോ ബോണ്ട് നിലനിർത്താനും അതുപോലെ അനുമോളുടെ ഒറ്റപ്പെടൽ ഗെയിം പൊളിക്കാനുമാണ് അനീഷ് നോക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പിന്നെ ആദിലയും നൂറയുടെ കാര്യം, ആദിലയും നൂറയും അനുമോളെ വിട്ട് ഗെയിം കളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അനുമോളെ ഇപ്പോൾ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ നാലാമതായിട്ടുള്ളത് നെവിൻ ഇപ്പൊ അനുമോളെ വിട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നാളെ മാറുമെന്ന് എനിക്കറിയില്ല, കാരണം ഇന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം നാളെ നടക്കുന്നത്, എല്ലാം വ്യത്യാസമുണ്ട്. പിന്നെ സാബുമാൻ മിക്കവാറും ഈ ആഴ്ച എവിക്റ്റ് ആവാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട്. ഇനി ഈ ക്രോസ് വോട്ടിങ്ങിലൂടെ എവിക്റ്റ് ആവാതിരിക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ ഷാനവാസ് ഇതിലൊരു ബന്ധമില്ല, ഷാനവാസും അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇത്രയാണ് ഇന്ന് എപ്പിസോഡിൽ നടന്ന കണ്ടന്റ്. നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡിൽ എന്താണ് നടക്കുന്നതെന്ന്. മാത്രമല്ല തമിഴ് ബിഗ് ബോസിന്റെ വീക്ക്ലി റിവ്യൂ, 3rd വീക്കിന്റെ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം ടാറ്റ ആൻഡ് താങ്ക് യു.